അങ്ങനെ മാങ്ങാ സീസണൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ മാങ്ങ കൊണ്ട് നമ്മൾ നല്ലൊരു ചക്കര മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. മധുര മാങ്ങാച്ചാറെന്നും പറയുവേ, നല്ല മധുരമുള്ള മാങ്ങാച്ചാർ. അപ്പം നമുക്ക് ലാസ്റ്റ് മാങ്ങ തന്നത് നമ്മുടെ സ്വന്തം മാവാണ് കേട്ടോ. അങ്ങനെ ഈ കൊല്ലം നമ്മുടെ മാവിൽ ആദ്യമായിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരു 6 മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ 3 മാങ്ങ നമ്മുടെ നാട്ടുകാർ കൊണ്ടുപോയി വഴിയിലോട്ട് തൂങ്ങിക്കിടക്കുമായിരുന്നു. പിന്നെ ആർക്കാണേലും പറിക്കാൻ തോന്നും. കാരണം ഇത് ഏകദേശം ഒരു മാങ്ങ നമ്മൾ ഇങ്ങനെ പീസാക്കി എടുത്തപ്പം 1 കിലോ അടുത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ മാങ്ങ. അങ്ങനെ അതിൽ നിന്ന് ഒരു മാങ്ങ ഞങ്ങൾ പഴുക്കാൻ വെച്ചു, ഒരു മാങ്ങ നാത്തൂനും എടുത്ത് കൊടുത്തു വിട്ടു, ഒരു മാങ്ങ അത് അച്ചാറിടാൻ വേണ്ടി എടുക്കുകയാണ്. നല്ല പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. ഞാൻ ആദ്യം തൊലി കട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടില്ലേ, തൊലി കട്ട് ചെയ്യേണ്ട കേട്ടോ, ഈ ഒരു റെസിപ്പിക്ക് തൊലി ഇരുന്നോട്ടെ. കുറച്ച് തൊലി കട്ട് ചെയ്തപ്പോഴാണ് ഓർത്തത് തൊലി ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ മാങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മാങ്ങ ഉണ്ടായ ഒരു ചെറിയ കഥ ഞാൻ പറയാവേ. കഴിഞ്ഞ കൊല്ലം നമുക്ക് ഈ മാവിൽ നിന്ന് മാങ്ങയെ കിട്ടിയില്ല. അപ്പോൾ ഉമ്മച്ചി ഒരു വെട്ട് കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മാങ്ങ തന്നില്ലെങ്കിൽ മാവങ്ങ് വെട്ടിക്കളയുമെന്ന്. പേടിച്ചിട്ടാന്ന് തോന്നുന്നു. മാവ് ഈ പ്രാവശ്യം ഒരു 5-8 മാങ്ങയെങ്കിലും ഉണ്ടായി കേട്ടോ. ചെറുപ്പത്തിലെ ഒരു 2-3 അങ്ങ് പോയി, ബാക്കി 6 മാവിലുണ്ടായിരുന്നു. ബാക്കി കഥ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി അച്ചാർ വയ്ക്കാൻ തുടങ്ങാം. അങ്ങനെ മാങ്ങ അതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും. അത് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളായിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നേ. അതെല്ലാം കൂടി ഇട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു പരിപാടി നടന്നത്. നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവളുടെ ഹെൽപ്പ് കാരണം കുറേയൊക്കെ മറിഞ്ഞു പോയി. പിന്നെ സാരമില്ല, പോട്ടെ, ആർക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റുമല്ലോ അല്ലേ. അങ്ങനെ ഇതാ 1 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ഇതിന് വേണ്ടുന്നത്. ഈ ഒരു കിലോ, ഏകദേശം 1 കിലോ ഒക്കെ വരുന്ന മാങ്ങയ്ക്കാണേ. അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് പാനിയാക്കി ചൂടോടുകൂടി തന്നെ അരിച്ച് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് ഗ്യാസ് ഓഫാക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ദാ ഈ ഒരു പരുവത്തിലിരിക്കും. ഇനിയിപ്പോൾ ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും ദാ ഇതുപോലെ ഇരിക്കും കേട്ടോ. കുറച്ചങ്ങ് തിക്നെസ് ആയി വരുവേ, ഇതുപോലെ. എന്നിട്ട് നമുക്കൊരു നമ്മുടെ നല്ലൊരു ചില്ല് കുപ്പിയിലേക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ പുറത്തിരുന്നോളും. അതിൽ കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കോ കേട്ടോ. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു അച്ചാറിനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബിരിയാണിയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ബിരിയാണിയുടെ കൂടെ തന്നെയാണ് ആദ്യം തന്നെ സെർവ് ചെയ്തത്. നല്ല മധുരമാങ്ങാച്ചാറും ബിരിയാണിയും അടിപൊളി കോമ്പിനേഷനാണ്. ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ബിരിയാണിയായിരുന്നു. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.